MT ഒരുപാട് കാലങ്ങളായി പിന്തുടരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ശ്രീ KK സന്തോഷ്. വളരെ വ്യത്യസ്തമായ MTയുടെ ഫോട്ടോകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. തുഞ്ചൻ പറമ്പിൽ വെച്ച് നടന്ന സാദരം MT എന്ന പരിപാടിയിൽ ആ ഫോട്ടോകളുടെ പ്രദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറായ ശ്രീ KK സന്തോഷിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, MTയുടെ കാലഘട്ടത്തെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തരംതിരിക്കാം. MT നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് 91 വയസ്സാണ്. അപ്പോൾ ആദ്യത്തെ 30 വയസ്സ് കാലത്ത് വളരെ കുറഞ്ഞ ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് 30 മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നീന ബാലേട്ടനും പുനലൂർ രാജേട്ടനുമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തിയത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അതിനുശേഷം 60 വയസ്സ് മുതൽ 91 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ മുസ്തഫയും വിനയേട്ടനും ഞാനും ഷാജുവും റസാഖ് കോട്ടകലൊക്കെ അദ്ദേഹത്തിൻ്റെ കുറേ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ടാവുക. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് മാതൃഭൂമിയിൽ വന്നതിന് ശേഷമാണ്. ഞാൻ കോഴിക്കോട്ടുകാരനാണെങ്കിലും പത്രത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ അദ്ദേഹത്തെ ഫോട്ടോ എടുക്കുന്നത് വെള്ളിനേഴിയിൽ വെച്ചിട്ടാണ്. നമ്മുടെ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ സപ്തതിയായിരുന്നു പരിപാടി. അപ്പോൾ അതിലെ മുഖ്യാതിഥിയായിട്ട് വരുന്നത് MT സാറാണ്. അപ്പം അന്നത്തെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററായിരുന്ന KC നാരായണൻ സാർ അന്ന് പറഞ്ഞു, സന്തോഷേ നമുക്ക് നാളെ രാവിലെ നേരത്തെ പോകണം. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, എന്താ ന്യൂസ് എഡിറ്റർ തന്നെയാണല്ലോ ഈ വാർത്ത ഇത് കവർ ചെയ്യാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ വെള്ളിനേഴീൻ്റെ ഒരു 3-4 കിലോമീറ്റർ മുമ്പ് വരെ അത് കാറ് പോവുള്ളൂ. പിന്നെ ഭയങ്കര ഒരു ദുർഘടം പിടിച്ച യാത്രയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് 4 വീലർ ജീപ്പ് വേണം. അപ്പം MT വന്നു, അശ്വതി ഉണ്ട്, സരസ്വതി ടീച്ചറുണ്ട്, KC സാറുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ നിൽക്കുക. അപ്പം KC സാർ എന്നോട് പറഞ്ഞു, ആദ്യം വരുന്ന ജീപ്പിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും കയറി പറ്റിക്കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം വന്ന ജീപ്പിൽ മുന്നിൽ MTയും മുന്നിൽ MT കയറി, പിന്നിൽ ടീച്ചറും അശ്വതിയും ഞാനും എല്ലാവരും കൂടി ഒരു 15 ആൾക്കാർ ആ ഒരു ജീപ്പിൻ്റെ അകത്ത് കയറി. അങ്ങനെ മുല്ലനേഴിയിലെത്തിയപ്പോൾ രാമൻകുട്ടി നായരും ഫാമിലിയും ഇദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അന്ന് രാമൻകുട്ടി നായരുടെ സപ്തതി ആയിരുന്നെങ്കിൽ പോലും അന്നത്തെ ശ്രദ്ധാകേന്ദ്രം MT സാറായിരുന്നു. അപ്പോൾ അന്നേ എനിക്ക് അറിയാം, ഇത് അന്ന് MT സാറിന് ജ്ഞാനപീഠം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ്. അപ്പം മാതൃഭൂമിയിലെ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ജയേന്ദ്രൻ ഉണ്ട്, ഞങ്ങളുടെ റിപ്പോർട്ടർ. ജയേന്ദ്രൻ എൻ്റെ അടുത്ത് അന്നേ പറയാറുണ്ടായിരുന്നു, സന്തോഷേ MT സാറിൻ്റെ എപ്പോഴെ കിട്ടിയാലും എന്ത് ചിത്രം കിട്ടിയാലും നീ എടുത്തു വെച്ചു. അപ്പോൾ സത്യത്തിൽ MTയെ പിന്തുടരാനുള്ള എനിക്ക് ഒരു ആവേശം നൽകിയത് സത്യത്തിൽ ഈ ജയചന്ദ്രൻ്റെയും അതുപോലെ തന്നെ KC സാറിൻ്റെയും വാക്കുകളാണ്. അന്ന് അവിടെ വെച്ചിട്ട് കുറേ ചിത്രങ്ങളെടുത്തു. അതിലൊരു ചിത്രമാണ് MT സാറും രാമൻകുട്ടി നായരും കൂടിയും പൊട്ടിച്ചിരിക്കുന്ന ഒരു ചിത്രം. സാധാരണ എല്ലാവരും പറയാറുണ്ട് MT സാറ് ചിരിക്കില്ല, ഭയങ്കര ഗൗരവമാണ്, അധികം സംസാരിക്കാറൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ തോന്നുമെങ്കിൽ പോലും അദ്ദേഹത്തെ എൻ്റെ അടുത്തുള്ളതിലെ ഒരു 80% ചിത്രങ്ങൾ അദ്ദേഹം ചിരിക്കുന്ന ചിത്രങ്ങളാണ്. പിന്നെ സംസാരിച്ചിട്ട് സാഹിത്യം തന്നെ വേണമെന്നില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, സാഹിത്യം സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം പണ്ട് ഈ നമ്മുടെ കോവിഡ് വന്ന കാലത്തും നിപ്പ വന്ന കാലത്തൊക്കെ അദ്ദേഹം ഫ്ലാറ്റ് പോകുമ്പോൾ ഇടയ്ക്ക് ശ്രീകാന്ത് കോട്ടക്കലിൻ്റെ കൂടെ പോകും. അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലും തുടങ്ങി വെച്ച് കൊടുത്താൽ അപ്പോൾ പഴയ കഥകളൊക്കെ MT സാർ ഇങ്ങനെ പറയും. പണ്ട് പ്ലേഗ് വന്നതും വസൂരി വന്ന കഥകളും അങ്ങനത്തെ പഴയ കഥകൾ ഇങ്ങനെ പറയും. അപ്പോഴൊക്കെ അങ്ങനത്തെ കഥകൾ പറയുമ്പം എനിക്ക് ശരിക്കും എൻ്റെ അച്ഛൻ്റെ ഒരു അച്ഛൻ ഇങ്ങനെ പറയുന്ന പോലെ അച്ഛൻ്റെ ഒരു ആക്ഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ തോന്നും, അച്ഛനെ അനുസ്മരിപ്പിക്കും. അതുപോലെ എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2005 മാതൃഭൂമിയുടെ സാഹിത്യ അവാർഡ് MT സാറിനായിരുന്നു. അപ്പം ലൈബ്രറിയിൽ നോക്കിയപ്പോൾ MT സാർ നേരെ നോക്കി ചിരിക്കുന്ന ഒരു നല്ല ചിത്രം അതില്ല. അപ്പോൾ അന്നത്തെ ന്യൂസ് എഡിറ്ററായ സുരേഷ് ബാബുവേട്ട എന്നോട് പറഞ്ഞു, സന്തോഷം നമുക്ക് ഒരു നല്ല ചിരിക്കുന്നൊരു ചിത്രം വേണം. ഇവിടെ ഉള്ളതിലൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നല്ല ഗൗരവമാണ്, ഒരു ചിത്രം കിട്ടുമോ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മാതൃഭൂമിയിലെ ഫോട്ടോഗ്രാഫറാണ്, സന്തോഷമാണ്, ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് സാറിൻ്റെ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പം MT സാറ് ഷർട്ടൊന്നും ഇടാതെ നിൽക്കുക. അപ്പം എന്നാൽ ഫോട്ടോ എടുത്തോന്നുള്ള പോലെ നിൽക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിലാണെന്ന് വെച്ചാൽ MT സാറ് നല്ല ചിരിച്ച് നിൽക്കുന്ന ഒരു ചിത്രം. അപ്പം ഞാൻ ഷർട്ടില്ലാത്ത ഒരു 2 ചിത്രം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറ് ഷർട്ട് ഇട്ടിട്ടുള്ളൊരു ചിത്രമായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹം ഉള്ളിൽ പോയി ഷർട്ടിട്ട് വന്നു. ഷർട്ടിട്ട് വന്നിട്ട് ഭയങ്കര ഗൗരവത്തിലാണ്, എനിക്കാണെന്ന് വെച്ചാൽ ചിരിക്കുന്ന ചിത്രം വേണം. അപ്പം ഞാൻ 2 ചിത്രം എടുത്തു.
ചിത്രം എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ പറയാതെ വയ്യ. ഞാൻ പറഞ്ഞു, സാർ ലൈബ്രറിയിൽ കുറേ ചിത്രങ്ങളുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഒരു പ്ലസൻ്റായ ചിത്രമായിരുന്നു വേണ്ടത്. പെട്ടെന്ന് എം ടി സാറിൻ്റെ ഭാവം അങ്ങോട്ട് മാറി. ഹേ മിസ്റ്റർ, ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ കൈ ഇങ്ങനെ കാണിച്ചു. എന്തോ ഞാൻ എങ്ങനെ ധൈര്യം എന്നറിയില്ല, ഞാൻ ആ കൈ കാണിക്കുന്നതും ദേഷ്യം പിടിക്കുന്നതും ഗൗരവത്തിൽ നോക്കുന്ന ചിത്രങ്ങളെടുത്തു. പക്ഷേ ഞാൻ എന്നിട്ട് വ്യൂ ഫൈൻഡറിൽ കൂടെ അങ്ങ് നോക്കുക. അപ്പോൾ അദ്ദേഹം എന്നെ അങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലായി ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണെന്ന്. അദ്ദേഹം പതിയെ പുഞ്ചിരിച്ചു. സത്യത്തിൽ ആ പുഞ്ചിരി എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. മധുരാജ് പറഞ്ഞ പോലെ എൻ്റെ മുഖത്ത് നോക്കിയിട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയെങ്കിൽ പോലും ആ ഒരു ചിത്രം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ചിത്രം പിന്നീട് എം ടി സാറിന് തന്നെ വേറെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ID കാർഡിനൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. ഈ അടുത്ത കാലത്ത് കോഴിക്കോട്ടെ പ്രശസ്തനായ ഒരു ഓയിൽ പെയിൻറ്റർ ഉണ്ട്, പാച്ചുക്കുട്ടി മാഷ്. പാച്ചുക്കുട്ടി മാഷ മകൻ മുരളി ആ ചിത്രമാണ് നോക്കി വരച്ചിട്ട് എം ടി സാറിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തത്. അത് എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അതിനുശേഷം ആ വർഷം തന്നെ എനിക്ക് കാലിക്കറ്റ് പ്രസ് ക്ലബിൻ്റെ ഒരു അവാർഡ് കിട്ടി, ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി അവാർഡ്. അപ്പോൾ അന്ന് ആ അവാർഡ് തരുന്നത് എം ടി സാറാണ്. അപ്പോൾ എം ടി സാറ് തരുമ്പം എന്നെ നോക്കി നന്നായി ചിരിച്ചും കൊണ്ടാണ് തരുന്നത്. ആ 2 ചിരികൾ സത്യത്തിൽ ഞാൻ എം ടി സാറിൻ്റെ ഫാനായി മാറി. പിന്നീട് ഏത് പരിപാടിക്ക് പോകുമ്പോഴും ഞാൻ തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കും എം ടി സാറിൻ്റെ പരിപാടികൾ. ഇനിയിപ്പം അത് അസൈൻമെൻറ്റ് ഇല്ല, ഫോട്ടോന് സ്കോപ്പ് ഇല്ലെങ്കിൽ പോലും ഞാൻ പോകും എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രങ്ങൾ. അന്നൊന്നും പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു എം ടി ചിത്രങ്ങളുടെ എക്സിബിഷൻ നടത്തണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങി, എം ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 2 പേരിൽ ഒരാളാണ്. ഇപ്പോൾ രാഷ്ട്രീയം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കായികം, സാംസ്കാരികം, പ്രഭാഷണം, ഏതായിക്കോട്ടെ, ഏത് രംഗത്തെടുക്കുകയാണെങ്കിലും ഏറ്റവും കേരളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള 2 ആൾക്കാരിൽ ഒരാൾ ദാസേട്ടനാണ്. ഈ 2 പേരിൽ ഒരാൾ എം ടി സാറാണെന്ന് എനിക്ക് അറിയാം. അപ്പം എനിക്ക് പിന്നെ തോന്നി, ഞാൻ നല്ല മടിയനാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ പിന്നാലെങ്ങനെ ഒരാളിങ്ങനെ തള്ളണം, എന്നാലേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് എൻ്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങി, എം ടി സാറിൻ്റെ കുറേ ചിത്രങ്ങൾ എടുത്തിട്ട് നീ ശരിക്കും ഡോക്യുമെൻ്റ് ചെയ്യണം. എല്ലാവരും എല്ലാ ചിത്രങ്ങളും എടുക്കും, പക്ഷേ അതൊക്കെ പിന്നീട് കാണാതാവുകയോ ആർക്കും ഓർക്കാതെ പോവുകയോ ചെയ്യുക. അപ്പോൾ അന്ന് പിന്നീട് ഞാൻ എം ടി സാറിൻ്റെ എല്ലാ ചിത്രങ്ങളും എടുത്തു വെക്കും. അത് വേറെ തന്നെ ഒരു ഫോൾഡറിലാക്കി വെക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 84ാമത്തെ പിറന്നാളിന് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ശതാഭിഷിക്തനാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിൻ്റെ മാത്രമായിട്ടൊരു ഫോട്ടോ എക്സിബിഷൻ നടത്തിക്കോട്ടേന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ചോദിച്ചാൽ അപ്പം തന്നെ ഒരു ചോദ്യം എന്നോട്, അതിന് മാത്രം ചിത്രങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ. ഞാൻ പിറ്റേന്ന് തന്നെ എൻ്റെ അടുത്തുള്ള എം ടി സാറിൻ്റെ എല്ലാ ചിത്രങ്ങളും കൂടി ലാപ്ടോപ്പിലാക്കിയിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്തു. ആ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായി. ഇപ്പോൾ ഞാൻ ചോദിച്ചു ഏതെങ്കിലും ചിത്രങ്ങൾ മാറ്റണമെന്ന്, ഒന്നും വേണ്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എല്ലാ ചിത്രങ്ങളും ഇഷ്ടമായി എന്നെ. അങ്ങനെ കാലം സുഹൃതം എന്ന പേരിൽ ഒരു ഫോട്ടോ എക്സിബിഷൻ ലളിതകലാ അക്കാദമിയിൽ ചെയ്തു. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു സ്പോൺസറെ കണ്ടെത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എം ടിയുടെ ഫോട്ടോ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ആരും സ്പോൺസറാവും. പക്ഷേ അതങ്ങനെ ആരും സ്പോൺസർ ചെയ്താൽ പോരാന്ന് എനിക്ക് അറിയായിരുന്നു. അതുപോലത്തെ ഒരു ആളുകൾ തന്നെ വേണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജയകുമാർ സാറിനെ കാണുന്നത്. അദ്ദേഹം അന്ന് മലയാളം സർവകലാശാലയിലെ VC ആണ്. അദ്ദേഹം ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മൊത്തം ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് കുറച്ച് ഫോട്ടോസ് കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ജയകുമാർ സാർ ചെയ്തു. അത് ഉദ്ഘാടനത്തിന് എം ടി സാറിനെ വിളിച്ചു. അപ്പോൾ എം ടി സാർ പറഞ്ഞു, ഇത് എൻ്റെ ഫോട്ടോൻ്റെ എക്സിബിഷനാണ്, അപ്പോൾ അതിന് ഞാൻ വരണമെന്നില്ല, പക്ഷെ ഞാൻ വരും, ഒരു ദിവസം വരും എന്ന് പറഞ്ഞു. അങ്ങനെ 5ാമത്തെ ദിവസം അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. പക്ഷേ 5ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ ടൗൺ ഹാളിൻ്റെ ബാക്കിൽ ലളിതകലാ അക്കാദമിന് മുമ്പിൽ വേറൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഫുൾ ആൾക്കാരാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുക. ഫുൾ ആൾക്കാർ, അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം ഇത് അറിഞ്ഞു, അവിടെ ഭയങ്കര തിരക്കുണ്ട്. അദ്ദേഹത്തിന് പൊതുവെ തിരക്കുള്ള സ്ഥലത്ത് പോകുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം വരുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ വെങ്കടാചലൻ സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കും. ഇല്ല, വരില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴാണ് എൻ്റെ കൂടെ അരുൺ പൊയ്യേരി, അദ്ദേഹത്തിൻ്റെ ഭയങ്കര അടുത്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പം പൊയ്യേരി കുറച്ച് നേരം എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവസാനം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, വാസോട്ട് എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞത്രേ, ഞാൻ വരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് വണ്ടിയില്ല, വണ്ടി കംപ്ലൈൻ്റ് ആയിരിക്കുകയെന്ന്. അപ്പോൾ അതൊരു വിഷയമായിരുന്നില്ല. അപ്പം തന്നെ ഞങ്ങൾ മാതൃഭൂമിയിൽ നിന്ന് ഒരു വണ്ടി വിട്ടു. എം ടി സാർ വന്നു.
അപ്പം എം ടി സാർ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെയും വിളിച്ചു. അമ്മ 50 വർഷങ്ങൾക്ക് മുമ്പാണ് എം ടി സാറിനെ കണ്ട്. 50 വർഷങ്ങൾക്ക് ശേഷം എം ടി സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യം അമ്മക്കും ഉണ്ടായി. എം ടി താഴത്തും മുകളിലും ആയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും കണ്ടു. ലാസ്റ്റ് അദ്ദേഹം പോകുമ്പോൾ എൻ്റെ പുസ്തകത്തിൽ എഴുതി, എൻ്റെ കഴിഞ്ഞു പോയ കുറച്ചു ജീവിത നിമിഷങ്ങളെ വീണ്ടും മനസ്സിലെത്തിച്ചതിന് നന്ദി, സന്തോഷം. ഓക്കെ, നന്ദി, സന്തോഷം എന്ന് എഴുതി വെച്ചു. അതെൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം 1-ാം ക്ലാസ് പഠിച്ച സ്കൂളിലും അതുപോലെ കൂടല്ലൂരിലെ അദ്ദേഹത്തിൻ്റെ തറവാട്ടിലും നീളാനദീൻ്റെ അടുത്തും വറ്റി വരുന്ന നീളാനദീൻ്റെ അടുത്തും അങ്ങനെ പിന്നെ കൊടിക്കുന്നത്ത് കാവ് പോയപ്പോൾ അവിടെ ക്യാമറ അനുവദിക്കുകയേ ചെയ്യില്ല, അതിൻ്റെ ഉള്ളിൽ ക്യാമറ കടത്തുകയേ ചെയ്യില്ല. പക്ഷേ ഞാൻ എം ടി സാർ തൊഴുത് നിൽക്കുന്ന ഒരു ചിത്രം എടുക്കുമ്പം ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ എം ടിക്ക് വേണ്ടിയിട്ട് അന്നിങ്ങനെ വെറുതെ കാണിച്ചു. പിന്നെ ഒരാളൊന്നും കിട്ടിയില്ല. അന്ന് സതീശേട്ടനും അശ്വതിയും ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. സതീശേട്ടൻ അന്ന് ചെയ്തൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സതീശേട്ടനോട് ഇവിടെ വെച്ച് നന്ദി പറയാണ്. സതീശേട്ടൻ ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും സതീശേട്ടൻ മുന്നിലേക്ക് കയറി നിന്നില്ല. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. ആ ചിത്രത്തിൽ ടീച്ചറും അശ്വതിയും എം ടി സാറും മാത്രമായിരുന്നു വേണ്ടത്. സതീശേട്ടൻ ശരിക്കും അതിന് വേണ്ടി തന്നെ പിന്നോട്ട് ഞാൻ പറയാതെ തന്നെ മാറി നിന്നു. അങ്ങനെ ആ ഒരു നല്ല ചിത്രം എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നത് എത്രയ്ക്ക് കുറേ ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 30 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കുറേ ചിത്രങ്ങൾ എടുത്തത് പോരാന്ന് തന്നെ തോന്നുന്നു. മനസ്സിൽ കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു. അതിലൊരു ചിത്രമായിരുന്നു അശ്വതിയും സിത്താരയും അച്ഛനെ എം ടി സാറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം. ഞാൻ സിത്താരയോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് വരുമ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കോഴിക്കോട് വരുമ്പോഴത്തെ എം ടി സാറിന് വീണ്ടും അസുഖം കൂടുതലായ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചിത്രത്തിനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ വായിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ വിഗ്രഹങ്ങളെ അടുത്തു നിന്ന് കാണാൻ പാടില്ല. അടുത്തുനിന്ന് കണ്ട് അവരടുത്തറിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ വീണുടയുന്നു. പക്ഷേ എം ടി എന്ന വിഗ്രഹത്തെ നമ്മൾ അടുത്തുനിന്ന് കാണുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ പ്രകാശം കൂടുതലാവുക ചെയ്യുക, അതിന് പ്രഭ വർദ്ധിക്കുകയാണ് ചെയ്യുക. എം ടി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും ഇവിടെ നമുക്ക് വഴികാട്ടി നിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.